എന്താടി കുടുംബവിശേഷങ്ങൾ മുഴുവൻ ചെന്ന് വിളമ്പിയോ കാമുകനോട്? എന്നിട്ട് അവനെന്താ ഇവിടെ വന്ന് എന്നെ പടിയറയി കളയെന്ന് വിചാരിച്ചോ? ആരടി നിനക്ക്? നിന്റെ കരച്ചിലും സെന്റിമെന്റ്സും ഒക്കെ അവന് വലിയ മനസ്സലിവാണല്ലോ. ഇവിടെ ഉള്ളവർ കഴിക്കുന്നത് കണ്ടേ ഇലയും പൂയും കായും കഴിച്ച് ജീവിക്കാൻ ഞാൻ സന്യാസിയൊന്നും അല്ല. ഇവിടെ ഉള്ളത് കഴിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ പിന്നെ മോള് പോയിക്കോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്ന ഒക്കെ ഞാനാ, അല്ല നീ അല്ല. അപ്പോ നിന്റെ കാര്യം എളുപ്പമായല്ലോ. കയറി വന്ന പരദേശിയുമായിട്ട് എവിടെ വേണമെങ്കിലും പോയി ആർത്തുല്ലസിക്കാലോ. ഇതൊക്കെ കഷ്ടമാണപ്പോ. ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിനോട് ചെയ്യുന്ന കൊടും ചതി. തനിക്കറിയോ, തന്റെ മായ അവൾ ഹൃദയശുദ്ധിയുള്ളവളാ. വെറുതെ അവളെ തെറ്റിദ്ധരിച്ച് ശാപം വലിച്ച് തലയിൽ കയറ്റരുത്. താൻ അവളെ എന്നെയും ചേർത്ത് പറഞ്ഞൊരു ബന്ധമുണ്ടല്ലോ, അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയില്ല. ഞാൻ ആദ്യമായി അവൾ ആ വീട്ടിൽ വെച്ച് കാണുമ്പോൾ കഷ്ടിച്ച് ചോറൂണ് കഴിഞ്ഞിട്ടേ ഉണ്ടാവും തൻ്റെ മായയ്ക്ക്. അന്നു മുതൽ ഞാൻ ഈ തോളത്ത് ചുമന്നു തുടങ്ങിയതാ ഒരു കുഞ്ഞനിയത്തിയായിട്ട്. അവൾ വളർന്നു വലുതായി വിവാഹം കഴിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ കണ്ണിൽ. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ ഒത്തിരി പൂക്കളൊക്കെ പിടിപ്പിച്ച കുഞ്ഞുടുപ്പിട്ട് നടക്കേണ്ട വളർച്ചയുള്ളൂ ഈ മായയ്ക്ക്. അതുകൊണ്ടാണ് അവൾ വന്ന് കരയുമ്പോൾ എൻ്റെ മനസ്സലിയുന്നത്. അത് മനസ്സിലാക്കാനുള്ള മാനസിക വളർച്ച പോലും തനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചു പോവുക. അയ്യോ, ഞാൻ നിന്റെ സാരോപദേശവും കുട്ടിക്കവിത ഒന്നും കേൾക്കാൻ വന്നതല്ല. വിളിച്ചപ്പോ ആ ബാലൻസ് കാശിന്റെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ, അല്ലാതെ തന്റെ മനസ്സിന്റെ വലിപ്പവും വിശുദ്ധിയും കുറിച്ച് അറിയാൻ വന്നൊന്നും അല്ല. ഞാനും താനും തമ്മിൽ കാശിന്റെ ഇടപാടൊന്നുമില്ലല്ലോ, മായമായിട്ടല്ലേ ഉള്ളൂ. അത് അവളുമായി ഞാൻ തീർത്തോളാം. മതി മതി. അത് പിന്നെ ആദ്യമേ പറഞ്ഞു തൊലച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സമയം മെനക്കെടുത്ത് ഈ സുവിശേഷം കേൾക്കാൻ നിൽക്കില്ലായിരുന്നല്ലോ. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കണം, എൻ്റെ ഭാര്യയോട് ഞാൻ കരുണ കാണിക്കണം. ഹോ, എൻ്റെ മുന്നിൽ ചുമതലകൾ ഒരുപാടാണ്. ദേ, അന്യപുരുഷന്റെ മുന്നിലേക്ക് തുറന്ന മനസ്സോടെ എൻ്റെ ഭാര്യയെ പറഞ്ഞേച്ചവനാ ഞാൻ. അത്രയ്ക്ക് സ്നേഹവും കരുണയൊക്കെ ഞാൻ അവളോട് കാട്ടിയ പോരെ? അതോ ഡെയിലി നിങ്ങളുടെ കൂടിക്കാഴ്ച ഈ കളവൊരുക്കണോ? അപ്പു, ഏയ്, കൂടുതൽ ഒച്ച വേണ്ട. എന്റെ കൈക്ക് തഴമ്പില്ല എന്നൊന്നും കരുതണ്ട. ആദ്യം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നോക്കും, പിന്നെ അവളെ വഴിതെറ്റിക്കുന്നവനെ. അപ്പു പ്ലീസ്, ഇതിന്റെ പേരിൽ മായയെ എന്ത് ചെയ്യണോ നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഭർത്താവിനെ നന്നാക്കാൻ ഭാര്യ തിരഞ്ഞെടുക്കുന്ന മാർഗം കാമുകൻ. ഒത്തു കിട്ടിയ കഴിഞ്ഞ കാലങ്ങളിൽ തുറന്നുപോയ ബന്ധങ്ങളൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് അരക്കിട്ട് ഉറപ്പിക്കാലോ. അതിനെ ആള് മാറി വരണം. അപ്പുവിന്റെ ഭാര്യ അപ്പുവിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിച്ചാൽ മതി. വേണ്ടി വന്ന പള്ളിക്കുള്ള മച്ചിനകത്ത് ഞാൻ അവളെ കൂട്ടും, പുറം ലോകം കാണിക്കാതെ. ജീവൻ കിടക്കാൻ ഭക്ഷണവും വെള്ളവും മാത്രം കൊടുക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാലുണ്ടല്ലോ, കയ്യിൽ നാവ് വരികയും ഞാൻ. ഓർത്തോ? എന്താടി കുടുംബവിശേഷങ്ങൾ മുഴുവൻ ചെന്ന് വിളമ്പിയോ കാമുകനോട്? എന്നിട്ട് അവനെന്താ ഇവിടെ വന്ന് എന്നെ പടിയറയി കളയെന്ന് വിചാരിച്ചോ? ആരടി നിനക്ക്? നിന്റെ കരച്ചിലും സെന്റിമെന്റ്സും ഒക്കെ അവന് വലിയ മനസ്സലിവാണല്ലോ. അതിലും വലിയ സെന്റിമെന്റ്സിലാടി ഞാൻ. അത് കണ്ടിട്ട് ആർക്കും ഒരു അലിവുമില്ല. ആര് പറഞ്ഞു അലിവില്ലെന്ന്? അപ്പുവേട്ടന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി തന്നെ ഞാൻ പീറ്ററേട്ടനെ കാണാൻ പോയത്. അല്ലാതെ അവനെ കാണാനുള്ള കൊതി കൊണ്ടല്ല. അവൾ ഓടിപ്പോയിരിക്കുന്നു ഭർത്താവിന് ഉപദേശം കൊടുക്കണമെന്ന് പറയാൻ. എടീ, നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഇനി അവൻ എന്നെ വിളിച്ച അന്നറിയോ അവൻ അപ്പോ ആരാന്ന്? അവൻ ആരടി? ഈ കുടുംബത്തിന്റെ കാരണവരോ? എടി, എന്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ച് പലരും വരും പല കാര്യങ്ങൾക്ക്. അതൊന്നും അവനോട് വിളമ്പേണ്ട കാര്യമില്ല. നിനക്ക് അവനെ കാണാതെ കഴിയാൻ പറ്റില്ലെങ്കിൽ പൊയ്ക്കോ, പോയി അവനോട് ജീവിച്ചോ.
എടി എന്തിനാടി കരയുന്നത്? പറയുന്നതിലുള്ളോ കുറ്റം? ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മുഴുവൻ കുറ്റങ്ങൾ ചെന്ന് പറയാനും ഉപദേശങ്ങൾ കേൾക്കാനും മാത്രം ആരടി നിനക്കവൻ? അപ്പോട്ടാ സംസാരത്തിൽ കുറച്ചുകൂടി സംസ്കാരം നിലവാരമൊക്കെ ആവാം. എനിക്ക് ഇത്രയും സംസ്കാരവും നിലവാരവും ഒക്കെ ഉള്ളൂ. നല്ല മനസ്സുണ്ടെങ്കിൽ നീ എന്നോട് ജീവിച്ചാൽ മതി. അതുപോലെ നിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവൻ ഇനി എന്നെ ഉപദേശിക്കാൻ വന്ന വരുന്ന പോലെ അവൻ തിരിച്ചു പോയില്ല. പോയി പറഞ്ഞേക്കാം അവനോട്. അപ്പോട്ടൻ അവിടെ നിന്നല്ലേ വരുന്നത്? എന്താ പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? ഇനി അതിനെന്തിനാ ഒരു ശമ്പളക്കാരി? എടി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അവന്റെ നയല് കണ്ടിട്ടുള്ള തിളപ്പ് ഇതേ ക്ഷമിക്കുന്നതിനെ ഒരു അതിരുണ്ട്. അവന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ബിസിനസിനേക്കാൾ പറ്റിയ പണി അവന് പള്ളിയിലച്ഛന്റെ കുപ്പായാണെന്നാ. എന്തൊരു ഉപദേശമായിരുന്നു, എന്തൊരു ന്യായീകരണമായിരുന്നു. കുട്ടിക്കാലത്ത് എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നതും ഉരുള ഉരുട്ടി വായിൽ വെച്ച് എന്തൊക്കെ അവൻ എന്നോട് പറഞ്ഞു. മറ്റൊരുത്തന്റെ ഭാര്യയെ സഹായിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം വേണമല്ലോ. നീ എന്താടി കരുതിയത്? അവനെ കൊണ്ട് ഉപദേശിപ്പിച്ച് എന്നെ അങ്ങ് നന്നായി കളയാന്നോ? അങ്ങനെ കരുതിയില്ല. കാരണം ആരുടെ ഉപദേശവും കേൾക്കില്ല എന്നും ഒരിക്കലും നന്നാവില്ലെന്നും പ്രതിജ്ഞ എടുത്തിരിക്കല്ലേ. പ്രതിജ്ഞ എടുത്തതല്ല, ഒരു ശാപം തലയിൽ വന്ന് വീണതാ ഒരിക്കലും നന്നാവാതിരിക്കാൻ. ഇഷ്ടത്തോടെ അല്ല, വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചേർന്നേ നിർബന്ധിച്ച് തലയിൽ വെച്ചെന്താ ഈ മഹാമാരണം. ഇപ്പൊ ആരുമില്ല. വണ്ടിക്കാള പോലെ ചുമക്കാൻ അപ്പു ഒറ്റയ്ക്കേ ഉള്ളൂ. കുടുംബക്കാരുടെ വാക്കും കേട്ട് അവരുടെ മുമ്പിൽ ത്യാഗിയുമായി, സ്വന്തം ജീവിതം വഴിയാധാരമായി. ഒരു ചില്ലിക്കാശിന് ഗതിയില്ലാത്ത ധർമ്മക്കാരിയുമായിട്ട് അപ്പുവിന്റെ കുടുംബക്കാരൻ നടത്തിയ ധർമ്മകല്യാണം, നാട്ടുകാരുടെ മുമ്പിൽ അപ്പു നടത്തിയ പരിത്യാഗം. ഇത്രയും വലിയ ത്യാഗമാണ് അപ്പോട്ടും വച്ച് നീട്ടിയ താലിയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും വലിയ ഔദാര്യമാ എന്ന് ഉരുട്ടി കൂട്ടിയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ശാപഭാരം അപ്പോട്ടിന്റെ തലയിൽ നിറക്കാൻ എന്താ വഴി? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോട്ടും പറ. അല്ലാതെ എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ഇത്? ചോറും കറിയും. ചോറും പരിപ്പും മാത്രമേ ഉള്ളോ? ആ പിന്നെന്താ വേണ്ടത്? ഇവിടെ എല്ലാരും കഴിക്കുന്ന ഇതൊക്കെയാ. അത് എനിക്കറിയണ്ട. പിന്നെ ഇവിടെ ഉള്ളവർ കഴിക്കുന്നത് കണ്ടേ ഇലയും പൂയും കായും കഴിച്ച് ജീവിക്കാൻ ഞാൻ സന്യാസിയൊന്നും അല്ല. ഇവിടെ ഉള്ളത് കഴിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ പിന്നെ മോള് പോയിക്കോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്ന ഒക്കെ ഞാനാ, അല്ല നീ അല്ല. ദേ തള്ളേ, നീയൊന്നും പെണ്ണെന്നൊക്കെ വിളിച്ച് എന്നോട് ഉടക്കാൻ വന്നാലുണ്ടല്ലോ. നിങ്ങൾക്ക് ആള് തെറ്റി. ഈ കുടുംബത്ത് അടച്ചിരിക്കുന്ന വെള്ളരി കുരുന്നുകളോട് മതി നിങ്ങളുടെ ഞെളിച്ചിലും ഉശിരി കാട്ടിലും ഒക്കെ. അല്ലാതെ നിങ്ങളുടെ ഒച്ചയും തലയെടുപ്പൊന്നും കണ്ട ഈ ആര്യ പേടിക്കില്ല. ഇതിലും വലിയ രാക്ഷസികളെ കണ്ടിട്ടാ ആര്യ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. എനിക്ക് വിശക്കുന്നു. ഫ്രൈഡ് റൈസും ചിക്കനും വേണം. അല്ലാതെ നിങ്ങളുടെ ചോറും കറിയൊന്നും എനിക്ക് വേണ്ട. ഇതേ ഇവിടെ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങി വെച്ച് കഴിക്കണം. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് വെച്ച് വിളമ്പി തരാനേ ഇവിടെ ഞങ്ങൾ ഹോട്ടലൊന്നും നടത്തുന്നില്ല. ഞങ്ങൾ നിന്റെ ബാല്യക്കാരുമല്ല. ഒരു തമ്പുരാട്ടി വന്നിരിക്കുന്നു. എടി, നിന്റെ ഇഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അതങ്ങ് പുറത്ത്. അവിടെ ചെന്നാൽ തമ്പുരാട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്, വറുത്തതും പൊരിച്ചതും ഒക്കെ. പക്ഷെ കാശ് കൊടുക്കണമെന്ന് മാത്രം. ഹാ, പിന്നെ കള്ളു കുടിക്കണമെങ്കിൽ അതും കിട്ടും. പച്ച പരിഷ്കാരിയല്ലേ. ആ പരിഷ്കാരങ്ങളും ചാട്ടങ്ങളൊന്നും പള്ളിക്കല് വേണ്ട. ഒരു ഫ്രൈഡ് റൈസും ചിക്കനും വന്നിരിക്കുന്നു. ദേ കിടക്കുന്നു നിങ്ങളുടെ ചോറും കറിയും. എടി, നിന്റെ അഹങ്കാരമൊന്നും ഇവിടെ എടുത്തേക്കരുത്. നീ ഇതെന്തായി കാണിച്ചേ? നീ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ എടുത്ത് കളയണം. റോസിനിരുന്ന് ഓശാരം ഉണ്ടെന്നത് പോരാ, അവളുടെ ഒരു ശൗര്യം കണ്ടില്ലേ? നിന്റെ ഇഷ്ട വിഭവമല്ലേ, എടുത്ത് കഴിച്ചോ. എനിക്ക് എന്റെ ഇഷ്ടത്തിനുള്ള ആഹാരം കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണം. അറിയാനൊന്നുമില്ല, കിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിന്റെ ഇഷ്ടത്തിന് കിട്ടില്ല. പള്ളിക്കിലെ പത്മിനിയാ പറയുന്നേ. അത് തീരുമാനിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ, നിങ്ങളുടെ മോൻ. അയാൾ തീരുമാനിക്കട്ടെ. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് ഇന്നറിയണം, ഈ മലയാളി മദാമെ
ഇവൻ എവിടുന്നാ കിട്ടിയെന്ന്. അല്ല ഇവൾ ആരെന്നാ ഇവിടെ വിചാരം? ചമഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ ഒരുമ്പെട്ടവൾ. ദേ അപ്പു, എനിക്ക് വിശപ്പിന് ആഹാരം കഴിക്കാൻ ആരോടും തല്ലുംപിടിയും കൂടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിനുള്ള ആഹാരം കിട്ടോ ഇല്ലയോ അതെനിക്കിപ്പോ അറിയണം. നിങ്ങൾ കഴിക്കുന്ന ചമ്മന്തി ചോറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നോൺ വെജ് ഫുഡ് തന്നെ വേണം. അതിവിടെ കിട്ടോന്ന് അറിയണം. നീ ഒന്ന് അടങ്ങ്. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? നിങ്ങളുടെ തള്ളയോട് പോയി ചോദിക്ക്. ഞാൻ എനിക്ക് വേണ്ട ആഹാരം ചോദിച്ചപ്പോ തരാൻ പറ്റില്ല പോലും. ഇവിടെ അവര് കഴിക്കുന്നത് കഴിച്ചാ മതിന്ന്. അത് തീരുമാനിക്കുന്നതേ അവരല്ല. ഞാൻ എന്ത് കഴിക്കണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. പെൺകുട്ടികളുടെ കൈയും കാലും കെട്ടിയിട്ട് അനുസരിപ്പിക്കുന്ന ഭരണമൊന്നും എന്നോട് വേണ്ട. അതൊക്കെ കുടുംബക്കാരോട് മതിയെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആണുങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഈ തള്ള ഇവിടെ ഇങ്ങനെ ചുറ്റുകയറില്ലാതെ മേയോ? ഹോ, പള്ളിക്കല പത്മിനിയാണ് പോലും. പള്ളിക്കല പത്മിനി ആരാ? ചമ്പൽക്കാട്ടിലെ ഫൂലൻ ദേവിയോ? പേര് പറഞ്ഞ് പേടിപ്പിക്കാൻ. ദേ ആര്യെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ആടിനെ കിട്ടുന്ന കയറില്ലേ ആനയെ തളയ്ക്കാൻ നോക്കരുതെന്ന് പറ. പോയി നല്ല നിലയിൽ തള്ളയുടെ ചെവിയിലൊന്ന് ഉപദേശിച്ചിട്ട് വാ. ആൾക്കാരോട് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറേണ്ടെന്നും കൂടി പറഞ്ഞു കൊടുക്ക്. അല്ലാതെ എന്റെ നേരെ തള്ളിക്കയറി വില കളയാൻ വരരുതെന്ന് പറ. ഇവിടെ എന്റെ ഇഷ്ടത്തിന് എന്റെ സൗകര്യത്തിന് അതിനെ ആര്യ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വരയ്ക്കുന്ന ലക്ഷ്മണ രേഖയിൽ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആര്യ പ്ലീസ്, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. നീ ആദ്യം എനിക്കല്പം മനസമാധാനം താ. നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്ന പോരെ, അതിനിങ്ങനെ ഒച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വെറുതെ സംസാരിച്ച് കുടുംബത്തുള്ള സമാധാനോട് കളയരുത്. എന്നാ വേഗം വേണം. എനിക്ക് വിശക്കുന്നു. അവരുടെയൊക്കെ സൗകര്യം വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ചോദിച്ചു നോക്ക് ഉടനെങ്ങാനും നടക്കുമെന്ന്. അതോ അവരുടെ നേരവും കാലമൊക്കെ ആയേ നടക്കോളോന്ന്. എന്നാ താൻ പുറത്തു പോയി എനിക്ക് പാഴ്സൽ വാങ്ങി തരേണ്ടി വരും. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ നീ പറയുന്നതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു കുരുക്കിലല്ലേ അപ്പോ. ആ ഒരു കുരുക്കിനെ പറ്റി ഓർമ്മ വേണം. അത് താൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. എന്നെ ആട്ടി വിട്ടതിന് തള്ളയെ കൊണ്ട് മാപ്പ് പറയിക്കേണ്ടതാ. തൽക്കാലം ഞാനത് ചെയ്യിക്കുന്നില്ല എന്ന് കരുതി ഇതൊരു പതിവാക്കരുതെന്ന് തള്ളയോട് പറയണം. പതിവാക്കിയ പള്ളിക്കൽ പത്മിനിയുടെ പല്ല് താഴെ വീഴുമെന്ന് മോനൊന്ന് ഓർമ്മിപ്പിച്ചേരെ. സാറിന് എന്നോടുള്ള പരിഭവമൊന്നും ഇതേവരെ മാറിയില്ലല്ലേ സർ? സാർ എന്നെ കണ്ടിങ്ങനെ വഴിമാറി പോകുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സാർ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി പോകുന്നത് പോലെ അതെനിക്കൊരൊറ്റപ്പെടലായി തോന്നുന്നു. എനിക്കിപ്പോ ആരുമില്ലല്ലോ സർ.